Hello students, welcome to class 10 CBSE Mathematics. Exercise 8.4 Introduction to Trigonometry. അതിലെ 6th പ്രോബ്ലവും 7th പ്രോബ്ലമാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. 6th പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 + sin a / 1 - sin a = CK + tan a എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. CK എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cos a. tan a എന്ന് പറഞ്ഞാൽ sin a / cos a ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എത്തണം. മനസ്സിലായോ? ഇവിടെ റൂട്ട് ഓഫ് 1 + sin a 1 - sin a കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ മാറ്റിയെടുക്കാനായിട്ട് 1 - sin a ഞാൻ 1 + sin a കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ a + b × a - b ഐഡൻറ്റിറ്റിയാണ് അതിൻ്റെ കോൺസെപ്റ്റ്. 1 + sin a × 1 - sin a. മുകളിലും 1 + sin a കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഡിനോമിനേറ്ററിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് ന്യൂമറേറ്ററിലും വേണം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ വാല്യൂവിന് വ്യത്യാസം വരും. അപ്പോൾ 1 + sin a × 1 + sin a 1 - sin a × 1 + sin a. 1 + sin a × 1 + sin a എന്താവും? 1 + sin a ഹോൾ സ്ക്വയർ ആവും, ഡിവൈഡഡ് ബൈ 1 - sin സ്ക്വയർ. അതായത് 1 + sin a × 1 - sin a + b × a - b a² - b². അതാണ് 1 - sin സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ് 1 + sin a ഹോൾ സ്ക്വയർ കിട്ടി. 1 + sin a ഹോൾ സ്ക്വയർ കാരണം 1 + sin a × 1 + sin a. 1 - sin a × 1 + sin a ആണ് 1 - sin സ്ക്വയർ. എന്താവും? കോസ് സ്ക്വയർ ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. sin സ്ക്വയർ a + cos സ്ക്വയർ a = 1. sin സ്ക്വയർ a = 1 - cos സ്ക്വയർ a. cos സ്ക്വയർ a = 1 - sin സ്ക്വയർ a. ആ മൂന്ന് ഐഡൻറ്റിറ്റിയും sin സ്ക്വയർ a + cos സ്ക്വയർ a = 1 ബന്ധപ്പെട്ടതാണ്. അത് പഠിക്കണം. മനസ്സിലായല്ലേ? ഇപ്പോൾ ഇതിനെ റൂട്ട് എടുക്കുമ്പോൾ ഈ 1 + sin a സ്ക്വയർ പോകും, 1 + sin a എന്നാവും. കോസ് സ്ക്വയറുടെ സ്ക്വയർ പോയി cos a ആവും. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1/cos a എന്നാവും, അല്ലേ? പ്ലസ് sin a / cos a എന്നാവും. 1/cos a എന്ന് പറഞ്ഞാൽ എന്താ? CK. sin a / cos a എന്താ? tan a. റിസൾട്ട് RHSലേക്ക് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് sin θ - 2 sin cube θ / 2 cos cube θ - cos θ = tan θ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? sin cube θ - 2 sin cube θ. അപ്പോൾ ഇത് രണ്ടും sin θ കോമൺ ആണ്. അപ്പോൾ sin θ കോമൺ ആയിട്ട് എടുത്തു. ഇൻറ്റു 1 - 2 sin സ്ക്വയർ θ. അതായത് sin θയെ sin സ്ക്വയർ θ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ sin cube θ ഇട്ടുണ്ട്. 1 - 2 sin സ്ക്വയർ θ. ഇവിടെ cos θ കോമൺ ആണ്. cos θ × 2 cos സ്ക്വയർ θ. cos θ × cos സ്ക്വയർ θ cos ക്യൂബ് θ ആവും. cos θ × 1 ആണ് cos θ. അപ്പോൾ ഇവിടെ എന്താ കിട്ടി? ഇങ്ങനെ കിട്ടി. 1 എന്ന് പറഞ്ഞാൽ sin സ്ക്വയർ θ + cos സ്ക്വയർ θ ആണ്. 1ന് പകരം sin സ്ക്വയർ θ + cos സ്ക്വയർ θ - 2 sin സ്ക്വയർ θ. 2 cos സ്ക്വയർ θ - sin സ്ക്വയർ θ + cos സ്ക്വയർ θ എന്ന് എഴുതി. കണ്ട? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ദാറ്റ് ഈസ് ഈക്വൽ ടു sin θ ഇൻറ്റു sin സ്ക്വയർ θ - 2 sin സ്ക്വയർ θ എന്ന് പറയും. sin സ്ക്വയർ θയിൽ നിന്നും 2 sin സ്ക്വയർ θ മൈനസ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ എന്താ കിട്ടുക? sin സ്ക്വയർ θ - 2 sin സ്ക്വയർ θ. 2 sin സ്ക്വയർ θയിൽ നിന്നും sin സ്ക്വയർ θ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? sin സ്ക്വയർ θ എന്ന് കിട്ടും. അതിനുപോലെ ഒരു മൈനസ് സൈൻ വരും, അല്ലേ? അപ്പോൾ cos സ്ക്വയർ θ cos സ്ക്വയർ θ ഉണ്ട്. എന്ത് കിട്ടും? cos സ്ക്വയർ θ മൈനസ് cos സ്ക്വയർ θ മൈനസ് sin സ്ക്വയർ θ എന്നാവും. sin സ്ക്വയർ θ - 2 sin സ്ക്വയർ θ മൈനസ് sin സ്ക്വയർ θ ആണ്. അപ്പോൾ cos സ്ക്വയർ θക്ക് മാറ്റമില്ല. അപ്പോൾ cos സ്ക്വയർ θ മൈനസ് sin സ്ക്വയർ θ എന്നാവും. നമ്മൾ പഠിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റി പ്രകാരം sin സ്ക്വയർ θ + cos സ്ക്വയർ θ ആണ്. ഇവിടെ മൈനസ് ഒന്നുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലാവും. അടിയിൽ cos θ ഇൻറ്റു 2 cos സ്ക്വയർ θ മൈനസ് sin സ്ക്വയർ θ + അപ്പോൾ മൈനസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് sin സ്ക്വയർ θ മൈനസ് cos സ്ക്വയർ θ ആവും. അപ്പോൾ 2 cos സ്ക്വയർ θ മൈനസ് cos സ്ക്വയർ θ എന്താവും? 2 cos സ്ക്വയർ θ മൈനസ് cos സ്ക്വയർ θ cos സ്ക്വയർ θ എന്നാവും, അല്ലേ? ഇവിടെ മൈനസ് sin സ്ക്വയർ θ വരും. അപ്പോൾ ഇത് രണ്ടും കോമൺ ആണ്, കട്ട് ചെയ്തത്. cos സ്ക്വയർ θ മൈനസ് sin സ്ക്വയർ θ cos സ്ക്വയർ θ മൈനസ് കോമൺ sin θ / cos θ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു tan θ. ദാറ്റ് ഈസ് ദ RHS. ഇപ്പം റിസൾട്ടാക്കി കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ആൻസർ കറക്റ്റായി. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഐഡൻറ്റിറ്റി ഏതാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത്, അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രോബ്ലം ശ്രദ്ധിക്കുക. sin a + cosec a ഹോൾ സ്ക്വയർ + cos a + sec a ഹോൾ സ്ക്വയർ = 7 + tan സ്ക്വയർ a + cot സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. മുൻ CBSE ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മുൻപ് കണ്ടിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അത് നമ്മുടെ ശ്രദ്ധയോട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് a + b ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റിയും ഇവിടെയും a + b ഹോൾ സ്ക്വയർ ഐഡൻറ്റിറ്റി വരുന്നുണ്ട്. ആ രണ്ട് ഐഡൻറ്റിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ അറിയണം. a + b ഹോൾ സ്ക്വയർ = a² + b² + 2ab. അതുപോലെ ഇവിടെ അത് തന്നെയാണ്. അപ്പോൾ sin a + cosec a ഹോൾ സ്ക്വയർ എന്ന് എഴുതും. sin സ്ക്വയർ a +
കൊസെക് സ്ക്വയർ എ പ്ലസ് 2 സൈൻ എ കൊസെക് എ എക്സ്പാൻഷൻ. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. എയുടെ സ്ഥാനത്ത് സൈൻ എ, കൊസെക്കയുടെ സ്ഥാനത്ത് ബിയുടെ സ്ഥാനത്ത് കൊസെക്. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ സൈൻ എ കൊസെക് 2 സൈൻ എ 2ab പകരം നിൽക്കുന്നതാണ്. സൈൻ എയുടെ സ്ഥാനത്ത് അതിൻ്റെ സ്ക്വയറാണ് സൈൻ സ്ക്വയർ. ബിയുടെ സ്ഥാനത്ത് കൊസെക് അതിൻ്റെ സ്ക്വയറാണ് കൊസെക് സ്ക്വയർ പ്ലസ് അടുത്ത കോസയുടെ സ്ക്വയർ കോസ് സ്ക്വയർ, സീക്കയുടെ സ്ഥാനത്ത് സീക്ക് സ്ക്വയർ. നേരത്തെ ചെയ്തതിൻ്റെ എക്സ്പാൻഷൻ തന്നെ പ്ലസ് 2 കോസ് എ സീക്ക്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ നമുക്ക് ജോഡി ചെയ്യാൻ പാടില്ല, ആഡ് ചെയ്യാൻ പറ്റും. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ അത് തമ്മിൽ നമ്മൾ ചേർക്കുന്നു. മനസ്സിലായ? സൈൻ സ്ക്വയർ ബൈ കൊസെക് സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 1 പ്ലസ് കോട്ട് സ്ക്വയർ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. 1 പ്ലസ് കോട്ട് സ്ക്വയർ അല്ലേ? ഇപ്പോൾ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ കാണും, കൊസെക് സ്ക്വയർ കഴിഞ്ഞു. ഇനി ഇവിടെ എന്താണ്? 2 സൈൻ എ കൊസെക് ഉണ്ട്. അതായത് 2 സൈൻ എ ഇൻറ്റു കൊസെക് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ ആണ്. ഇപ്പോൾ ഈ സൈനയും കട്ട് ചെയ്ത് പോകും കേട്ടോ, അതാണ് പ്ലസ്. ഇനി സി സ്ക്വയർ ആണ്. സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 പ്ലസ് ടാൻ സ്ക്വയർ ആണ്, പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി അടുത്തത് എന്താ? 2 ഇൻറ്റു കോസ് എ ഇൻറ്റു സി കെ എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ കോസ് എ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എടുത്തു, കോസ് സ്ക്വയർ 1 പ്ലസ് കോട്ട് സ്ക്വയർ എടുത്തു, 2 സൈൻ എ ഇൻറ്റു 1 ബൈ സൈൻ എന്ന് എഴുതി. കോസ് സ്ക്വയർ നമ്മൾ എടുത്താണ്. സി സ്ക്വയർ 1 പ്ലസ് ടാൻ സ്ക്വയർ ആണ്, 2 കോസ് എ ഇൻറ്റു 1 ബൈ കോസ് എന്ന് എഴുതി. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എത്രയാണ്? 1 പ്ലസ് 1 അല്ലേ? 2 സൈനയും പോയി കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. ഇവിടെ ഒരു 1 കിട്ടി, ഇവിടെ ഒരു 2 കിട്ടി അല്ലേ? ഇവിടെ ഒരു 1 കിട്ടി, ഇവിടെ ഈ കോസയും ഇല്ല, അവിടെ 2 കിട്ടി അല്ലേ? പിന്നെ നമുക്ക് ബാക്കി വരുന്നത് ഏതൊക്കെയാണ്? കോട്ട് സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ. ഇത്രയാണ് ബാക്കി വരുന്നത്. ബാക്കിയെല്ലാം പോയി. നമ്പേഴ്സാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 2 പ്ലസ് 1 3 5 7 7 പ്ലസ് എന്താ ആൻസർ? 7 പ്ലസ് ലീഗമുണ്ട് 7 പ്ലസ് ടാൻ സ്ക്വയർ പ്ലസ് കോട്ട് സ്ക്വയർ. അപ്പോൾ 7 പ്ലസ് കോട്ട് സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറയുന്നത് 7 പ്ലസ് ടാൻ സ്ക്വയർ പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. സോ ദാറ്റ് ഈസ് അവർ റിസൾട്ട്. കണ്ടോ? ഇത് മനസ്സിലായോ? വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയ ഒരു പ്രോബ്ലം ആയിരുന്നു. ഒരു കുഴപ്പമുണ്ടായില്ല അല്ലേ? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞത്